ഹരേ കൃഷ്ണ. ജ്യോതിഷ കൈരളിയിലേക്ക് സുസ്വാഗതം. ഞാൻ വേണു മഹാദേവ്. നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക്, അതായത് വ്യാഴമാറ്റത്തിലേക്ക് വരികയാണ്. വ്യാഴം മാറുക എന്ന് പറഞ്ഞാൽ, കുംഭക്കൂറുകാർക്ക് വ്യാഴം മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ പറയും? കുംഭക്കൂറുകാർക്ക് പൊതുവിൽ 5-ൽ നിൽക്കുകയായിരുന്നു വ്യാഴം. 5 എന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ ഏറ്റവും ഇഷ്ടസ്ഥാനമായിരുന്നു. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുന്നവർക്കറിയാം, 5, 9 ആണ് വ്യാഴത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥാനം. അതായത് വ്യാഴത്തിൽ നിന്ന് ദൈവാധീനം പൂർവ്വപുണ്യം തരുന്ന സ്ഥാനം. ഈ 5-ൽ നിന്ന് 6-ലേക്കാണ് വ്യാഴം മാറുന്നത്. അപ്പോൾ പലർക്കും കൺഫ്യൂഷനുണ്ട്. ഈ 6 വ്യാഴത്തിന് അത്ര ഒരു നല്ല സ്ഥാനമല്ല, ദുസ്ഥാനമാണ്, അതുകൊണ്ട് ദോഷം ചെയ്യുമെന്നാണ്. ദോഷം ചെയ്യില്ല. അതെന്തുകൊണ്ടെന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് ഈ കുംഭക്കൂറുകാർ എന്ന് പറയുമ്പം പൊതുവിൽ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം കൂറൊക്കെ. എങ്കിലും പുതിയതായിട്ടൊക്കെ കാണുന്നവരറിയാൻ വേണ്ടി പറയുന്നത്, കുംഭക്കൂർ എന്ന് പറയുമ്പോൾ അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദം, 3, 4 പാദം, ചതയം, പൂരിട്ടാതി, മുക്കാല്. മുക്കാലെന്ന് പറഞ്ഞാൽ പൂരിട്ടാതിയുടെ ആദ്യത്തെ 3 പാദങ്ങളും ഏകദേശം പൂരിട്ടാതി ഇതിനകത്താണ്. അപ്പോൾ അവിട്ടം, ചതയം, പൂരിട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് സർവേശ്വരകാരകനായ ധനം, ഐശ്വര്യം, ഭാഗ്യം, സന്താന ഗുണം, സന്താനങ്ങൾക്ക് അഭിവൃദ്ധിയൊക്കെ തരേണ്ട വ്യാഴം മാറുന്നത് എവിടേക്കാണ്? വ്യാഴം മാറുന്നത് 6-ലേക്കാണ്. പക്ഷേ പേടിക്കേണ്ട, വ്യാഴം ഉച്ചനായിട്ടാണ് മാറുന്നത്. ഉച്ചനെന്ന് പറഞ്ഞാൽ 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം, അതായത് ഒരു വ്യാഴവട്ടത്തിൽ ഒരിക്കൽ 12 വർഷം കൂടുമ്പോൾ മാത്രമേ ഉച്ചക്ഷേത്രത്തിലേക്ക് വ്യാഴം മാറുകയുള്ളൂ. ഉച്ചക്ഷേത്രത്തിലേക്കാണ് വരുന്നത്. അതായത് കർക്കിടകം സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രമാണ്. ഉച്ചക്ഷേത്രം എന്ന് പറഞ്ഞാൽ പൂർണ്ണ ബലവാനാണ്. ജ്യോതിഷം അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ ഒരു എളുപ്പം പറഞ്ഞുതരാം. പൂർണ്ണ ബലവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു വീട്ടിൽ, അല്ലെങ്കിൽ നമ്മളെ സ്വന്തം വീട്ടിൽ, അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. നമ്മളാരും ചോദ്യം ചെയ്യാനില്ല. നമ്മൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. എന്ത് ചെയ്യാൻ കഴിയും. അത്രയും ഫ്രീഡം ഉള്ള ഒരു സ്ഥലത്ത് നിൽക്കുമ്പം നമ്മൾ ഫുൾ പവർ എടുക്കും. അതേസമയം നമ്മളൊരു ശത്രുവിൻ്റെ വീട്ടിലോ, അല്ലെങ്കിൽ ഒരു ബന്ധുവിൻ്റെ വീട്ടിലോ, ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലോ, അന്യൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ നമുക്ക് സ്വാതന്ത്ര്യത്തിന് കുറവുണ്ട്. അവിടെ നമ്മളെ ഫുൾ പവർ എടുക്കാൻ പറ്റില്ല. ഇതാണ് ഉച്ചക്ഷേത്രവും നീചക്ഷേത്രവും തമ്മിലുള്ള വ്യത്യാസം. നീചക്ഷേത്രത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ ബന്ധിതനായതുപോലെയാണ്. നമുക്ക് ഇപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ ഗസ്റ്റായിട്ട് പോയി നിൽക്കുകയാണ്. അവിടെ നമുക്ക് സ്വാതന്ത്ര്യക്കുറവുണ്ട്. നമ്മളേതായ അത്യാവശ്യ കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ നിന്നുകൊണ്ട് എന്ത് കാര്യങ്ങൾക്കും ഒരു ലിമിറ്റേഷനുണ്ട്. അപ്പോൾ സ്വന്തം വീട്ടിൽ എൻ്റെ അവകാശത്തിലുള്ള എൻ്റെ സ്വന്തം ഭൂമിയിൽ, സ്വന്തം വീട്ടിൽ നിൽക്കുകയാണ് ഞാൻ. എനിക്ക് എന്തും കാണിക്കാം. മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ അവിടെ നിന്നുകൊണ്ട് എനിക്ക് ആരെ വേണോ സഹായിക്കാം. വേണമെങ്കിൽ എൻ്റെ വീട് സ്ഥലം വേറൊരാൾക്ക് എഴുതി കൊടുക്കാം. അല്ലെങ്കിൽ ഈ വീട്ടിലുള്ള എന്ത് വേണോ എടുത്ത് ആർക്ക് വേണോ സഹായം ചെയ്യാം. ഇത് വേറൊരു വീട്ടിൽ പോയി നിന്നാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ആ വീട്ടിൽ പിന്നെ ഒരു സാധനം എടുത്ത് വേറെ ആളിന് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റില്ല. ഇതാണ് ഉച്ചക്ഷേത്രത്തിൻ്റെയും നീചക്ഷേത്രത്തിൻ്റെയും വ്യത്യാസം. ജ്യോതിഷം അറിഞ്ഞാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ. അപ്പോൾ ഉച്ചക്ഷേത്രത്തിലേക്കാണ് വ്യാഴം. അത് 12 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ വരുള്ളൂ. കർക്കിടകത്തിലേക്ക് വരുമ്പോൾ വ്യാഴം ഫുൾ പവറാണ്. അപ്പം നമ്മൾ ആ ഒരു ഫുൾ പവർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അതായത് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ VD സതീശൻ സാറ് മുഖ്യമന്ത്രി ആയ പോലെയാണ്. അദ്ദേഹം ഫുൾ പവറിലായി. ഇപ്പം അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ല, ഒരു പാർട്ടി നേതാവല്ല, ഒന്നുമല്ല. ഫുൾ പവറാണ്. കേരളത്തിനകത്ത് അദ്ദേഹത്തിന് ഫുൾ പവറാണ്. നമ്മുടെ കേരളത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള പവർ. ഇതാണ് വ്യാഴത്തിനും വരുന്നത്. അപ്പോൾ ആ ഫുൾ പവറിൽ വരുമ്പം എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരെയും സഹായിക്കാനുള്ളൊരു മനസ്സ് വരും. നമുക്ക് വേണമെന്ന് പറയാൻ ഇഷ്ടം പോലെ സഹായിക്കാം. അവരോട് ഇപ്പോൾ നമുക്ക് വിരോധമുണ്ടോ അല്ലെങ്കിൽ ഇഷ്ടക്കുറവുണ്ടോ അതൊന്നും നോക്കില്ല, സഹായിക്കും. അപ്പോൾ 6-ലേക്ക് വരുമ്പോൾ 6-ന് വേറൊരു കുഴപ്പമുണ്ട്. 6 ഒരു എല്ലാ ഒളിവും മറവിൻ്റെയും കുറച്ച് അവിഹിതത്തിൻ്റെയും കൂടെ സ്ഥാനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുംഭക്കൂറുകാരായ അവിട്ടം, ചതയം, പൂരിട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിൽ, ഇവർക്ക് നേരായ മാർഗത്തിൽ കൂടി അല്ലാതെ ആയിരുന്നാലും ധാരാളം ധനവും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള സൗഭാഗ്യങ്ങളും സുഖസൗകര്യങ്ങളും വന്നെത്താനുള്ള യോഗമുണ്ടെന്ന് നാടൻ ഭാഷയിൽ പറയാം.
അത് എങ്ങനെ പ്രയോജനപ്പെടുത്തണം, അല്ലെങ്കിൽ എങ്ങനെ അതിൽ നിന്ന് ഫ്യൂച്ചറിൽ ബുദ്ധിമുട്ട് വരാതെ കൈകാര്യം ചെയ്യണമെന്നുള്ള അവരവരുടെ യുക്തിയും ബുദ്ധിയാണ്. 2, കടബാധ്യതയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് നമ്മളെ വലുതായിട്ട് ബാധിക്കാത്ത രീതിയിൽ ഒഴിഞ്ഞു പോകും. അത് വലിയ ബാധിക്കത്തില്ല. നമുക്ക് കടം മാറുമെന്നല്ല, അത് നമ്മളെ ബാധിക്കാതെ പോകും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്കൊരു ബാങ്ക് ലോണുണ്ട്. ആ ലോൺ അവർ കുറച്ച് നമുക്ക് കാലാവധി തരും. അങ്ങനെയൊക്കെ നമുക്കൊരു റിലീഫ് കിട്ടും. മറ്റൊന്ന്, നമുക്ക് ഫ്യൂച്ചറിലേക്ക് ചെയ്യേണ്ട എന്ത് പദ്ധതികൾ ഇപ്പോൾ ആലോചിക്കുക, അതിനുള്ള പ്ലാനിങ് നടത്താം. അതെല്ലാം വിജയിക്കും. നിങ്ങൾക്ക് വിദേശയാത്രയോ അല്ലെങ്കിൽ കൂട്ട് ബിസിനസ്സോ കൂട്ട് പങ്കാളിത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഒറ്റയ്ക്ക് എന്ത് ചെയ്യുമ്പോഴും അതിനകത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അവിഹിതമായ കൂട്ടുകെട്ടുകൾ, ഇടപാടുകൾ, അതുപോലെ തന്നെ നമ്മൾ ഈ നാടൻ ഭാഷയെ പറയില്ലേ, ദുർവാസനകൾ ഉള്ള ആൾക്കാർ, ഇങ്ങനെയുള്ളതിലുള്ള ബന്ധങ്ങൾ നമ്മൾ ഒഴിവാക്കുക. ഇത്രയേ ഉള്ളൂ. ബാക്കി എല്ലാ രീതിയിലും നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാം. ദൈവാധീനം വർദ്ധിപ്പിക്കാൻ പറ്റിയ സമയമാണ്. അതിനുള്ള അവസരങ്ങൾ വരും. ഈശ്വരാനുഗ്രഹത്തോടെ ദൈവാധീനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുന്നവരെ സംബന്ധിച്ച് ഈ ഒരു വർഷം നിങ്ങൾക്ക് നല്ലതായിരിക്കും. അതിൻ്റെ എല്ലാം ഗുണവും ബെനിഫിറ്റും അടുത്ത വർഷം കുറച്ചുകൂടെ നന്നായിട്ട് വരും. കാരണം അടുത്ത 7ലേക്ക് വരെയാണ്. അപ്പം ഈ വർഷം ഒരു കാര്യമുള്ളത്, ഒരു പക്ഷേ ഇഷ്ടപ്പെട്ട ബന്ധങ്ങളിലൊക്കെ ചെറിയ അകൽച്ച വരാം. അതുപോലെ തന്നെ വിവാഹത്തിനൊക്കെ നമ്മൾ ആലോചിച്ചാലും ചിലപ്പോൾ കാലതാമസം നേരിടാം. അല്ലെങ്കിൽ നമ്മൾ പ്രധാനപ്പെട്ട ചെയ്യേണ്ട കാര്യങ്ങളിലൊക്കെ കുറച്ച് ഡിലേ വരാം. പക്ഷേ അതൊന്നും വിഷമാകേണ്ട. അടുത്ത വർഷം നിങ്ങൾക്ക് 7ലേക്ക് നിവൃത്തി സ്ഥാനത്തേക്ക് വ്യാഴം വരുന്നതോടുകൂടി ഇന്ന് ഭഗവാൻ തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം അന്ന് നിങ്ങൾക്ക് ഫ്രൂട്ട്ഫുള്ളായി മാറുക മാത്രമല്ല, ഒപ്പം അടുത്ത വർഷമാകുമ്പോൾ നിങ്ങൾക്ക് 7ര ശനിയും തീരെയാണ്. അങ്ങനെയും കൂടെ ഉണ്ട്. അപ്പം ഇത് രണ്ടും കൂടി ആകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഫ്രൂട്ട്ഫുള്ളാവുന്ന ഒരു വർഷം 2027 വരെയാണ്. അതിനുള്ള ഒരുക്കങ്ങൾ തരാനാണ് വ്യാഴം സർവേശ്വരകാരൻ ഇപ്പം നിങ്ങൾക്ക് ഉച്ചനായിട്ട് വന്ന് സഹായിക്കുന്നത്. അത് ഗുണകരമായിട്ട് ഉപയോഗിക്കുക. ഭാവിക്ക് വേണ്ടിയുള്ള എല്ലാ പദ്ധതികളും എല്ലാം പ്ലാൻ ചെയ്ത് അതിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ സ്വരൂപിക്കുക. സ്വപ്ന പദ്ധതികൾക്ക് മുന്നോട്ട് പോകാം. അതേസമയം വീട് പുതുക്കുക, അല്ലെങ്കിൽ പുതിയ വീട് സ്ഥലം വാങ്ങുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് സമയം നല്ലതാണ്. വാഹന കാര്യത്തിൽ സമയം എപ്പോഴും നല്ലതല്ല. പുതിയ വാഹനം വാങ്ങാനൊക്കെ കുറച്ചുകൂടി സമയം എടുക്കും. ബാക്കിയെല്ലാം കൊള്ളാം. വിദേശ യാത്രയ്ക്ക് കൊള്ളാം. അതുപോലെ തന്നെ നമ്മൾ വിദേശ പഠനം, ജോലിയിൽ നമുക്കൊരു അനുകൂലമായ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പം ശ്രമിക്കാം. അതിൻ്റെ ഗുണം കുറച്ച് വൈകിട്ടേ വരുള്ളൂ. ശ്രമിക്കാം. ഇപ്പോൾ മൊത്തത്തിൽ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജാതകാൽ 2ഉം 11ഉം ഭാവാധിപനാണ് ഉച്ചനായിട്ട് വരുന്നതെന്ന് ഓർമ്മിക്കണം. തീർച്ചയായിട്ടും ആ വ്യാഴം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ലാഭങ്ങളും ഗുണങ്ങളും തരും. പക്ഷേ അത് നിലനിർത്താൻ വേണ്ടിയുള്ള യുക്തിയും ബുദ്ധിയും ദൈവാധീനവും കൊണ്ട് വർദ്ധിപ്പിക്കുക എന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. കോൾ അധികം അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും സംശയങ്ങൾക്കോ നിങ്ങളുടെ ചോദ്യങ്ങൾക്കോ കൺസൾട്ടിങ്ങിനോ വാട്സപ്പിൽ മെസ്സേജ് ഇടുന്നതായിരിക്കും ഉത്തമം. ലൈക്കും സബ്സ്ക്രിപ്ഷനും തന്ന് ധാരാളമായി നിങ്ങൾ അനുഗ്രഹിക്കുന്നുണ്ട്. അതിന് ആത്മമിത്രങ്ങളായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന മാത്രമല്ല, തീർച്ചയായിട്ടും സർവേശ്വരകാരകൻ ഒരു കുടുംബമായി ഇപ്പോൾ നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ. ഭഗവാൻ ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗുരുവായൂരപ്പ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.